ആസർ ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും സുവിശേഷകൻ എന്ന ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, നിങ്ങളെ കാണുന്നതിലും നിങ്ങളോട് സംസാരിക്കുന്നതിനും വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ നടുവിൽ അതിഥിയായി കടന്നു വന്നത് സുവിശേഷകി ഒരതിഥിയായി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ആ സുവിശേഷികയെ നമുക്ക് പരിചയപ്പെടാം. സുവിശേഷിയുടെ ജീവിത ചരിത്രങ്ങളും ശുശ്രൂഷയിലേക്ക് വന്ന കാര്യങ്ങളും കർത്താവിന് വേണ്ടി ഇപ്പോൾ നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് തന്നോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ ദാസി അതുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. എന്താണ് പേര്? എൻ്റെ പേര് ജോമി രാജേഷ് ശാലോം. ഓക്കെ. സ്ഥലം എവിടെയാണ്? സ്ഥലം ആലപ്പുഴയാണ്. പാസ്റ്റർ രാജേഷ് ശാലോമിൻ്റെ വൈഫാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, ആഷർ ശാലോം. ഓക്കെ. നാട്ടിലെ എവിടെയാണ് ജനിച്ചു വളർന്നത്? ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിൽ ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അവിടെ മലങ്കര എസ്റ്റേറ്റിലാണ് ഞാൻ. തേയില എസ്റ്റേറ്റിനകത്താണ് ജനിച്ചു വളരുന്നത്. എൻ്റെ മാതാപിതാക്കൾ അവിടുത്തെ ജോലിക്കാരായിരുന്നു. അങ്ങനെ അവിടാണ് എൻ്റെ ജനിച്ചപ്പോൾ മുതൽ വിവാഹം വരെയുള്ള സമയത്ത് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എത്ര മക്കളാണ്? ഞങ്ങൾ 2 പേരാണ്. എനിക്കൊരു മൂത്ത സഹോദരനുണ്ട്, ജോബാഷ്. പഠിച്ചതും? ഞാൻ പഠിച്ചു വളർന്നത് എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം ആ ഏരിയ തന്നെയായിരുന്നു. അവിടെയുള്ള ഒരുപാട് സ്കൂളുകൾ മാറി മാറി പഠിക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. +2 കട്ടപ്പനയിൽ പഠിച്ചു. അതിനുശേഷം നഴ്സിങ്ങിനായിട്ട് ബാംഗ്ലൂർ വന്നു. 3 വർഷം നഴ്സിംഗ് പഠിച്ചു. അതിനുശേഷം 7 വർഷത്തോളം ബാംഗ്ലൂർ ജോലി ചെയ്തു. ഓക്കെ. പിന്നെ വിവാഹവും കാര്യങ്ങളും? വിവാഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പാസ്റ്റർ രാജേഷ് ശാലോമിൻ്റെ ഒരു ആലോചന വരുന്നതും ദൈവഹിത പ്രകാരം മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേല ചെയ്യണമെന്ന് ഒരാഗ്രഹം പറഞ്ഞിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരു നിയോഗം എന്നവണ്ണം അതിലേക്ക് സ്റ്റെപ്പ് വെച്ചു. ഇപ്പോൾ 10 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഓക്കെ. കർത്താവിൻ്റെ ദാസിയുടെ ബാല്യകാല അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കൃപയാൽ ബാല്യകാല അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10ാം ക്ലാസ് വരെ ഞാൻ ഭയങ്കര ഒരു ഹാപ്പി ലൈഫായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് CSIയിലെ ഒരു നല്ല കുടുംബത്തിലെ ഒരു മാതാവായിരുന്നു. എൻ്റെ പിതാവ് പിള്ളമാരാണ്, ഹിന്ദുസാണ്. സോ ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ലവ് മാരേജ് ചെയ്തിട്ട് പപ്പയും മമ്മിയും എസ്റ്റേറ്റിലേക്ക്, പപ്പയ്ക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു, മമ്മിയും ജോലി ചെയ്യായിരുന്നു. അങ്ങനെ എസ്റ്റേറ്റിലേക്ക് താമസം മാറി. അന്നത്തെ ജീവിത പശ്ചാത്തലം വളരെ എല്ലാവർക്കും തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നല്ലോ. പക്ഷേ കൃപയാൽ വിശ്വാസത്തിൽ വരാൻ ഒരു മുഖാന്തരം, ഇവരുടെ ഈ ഒരു ലൈഫ് വീട്ടുകാരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു, ആരും സഹായിക്കാനില്ലാതിരുന്ന സമയത്ത് CSI പശ്ചാത്തലമാണ് അമ്മയുടെ. അതുകൊണ്ട് അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറുപ്പത്തിലെ വചനത്തോടും ദൈവത്തോടും ആത്മാർത്ഥതയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചർച്ചിലും പോകാൻ പറ്റാതെ വന്നപ്പോൾ കർത്താവിൻ്റെ കൃപ, ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ബ്രദറൻ ഉപദേശിയുണ്ട്, ചാണ്ടപ്പിള്ള ഫിലിപ്പ്. അദ്ദേഹത്തിന് കരിന്തിരിവിയിൽ ഒരു നമ്മുടെ ആ ഗ്രാമത്തിൽ തന്നെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് വരികയും സുവിശേഷം പറയുകയും, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 3 വയസ്സിനിടയ്ക്ക് പപ്പയും മമ്മിയും വിശ്വാസത്തിൽ വന്നു. അപ്പോൾ എനിക്കറിവായ സമയം മുതൽ ഞാനൊരു ബ്രദർകാരിയായിട്ട്, അതായത് ബ്രദറൻ വിശ്വാസത്തിലാണ് വളർന്നു വരുന്നത്. ഏകദേശം ഒരു 17 വയസ്സ് വരെ ബ്രദറൻ വിശ്വാസിയായി തന്നെ ജീവിക്കാനിടയായി. ഒരു 1997 ഒരു VBSൽ വെച്ചാണ് ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്. അതിനുശേഷം 2004 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനിടയായി. ആ ബാല്യകാലം, അതായത് ഒരു 10ാം ക്ലാസ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എസ്റ്റേറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് ഞങ്ങൾ അനുഭവിച്ചില്ല. നമ്മളൊരു കൃപയ്ക്കകത്താണല്ലോ. വചനം അറിയുന്നതിൻ്റെയും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതാത് സമയത്ത് കർത്താവിൻ്റെ കരുതലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സുവിശേഷകനായിരുന്നുകൊണ്ട് അദ്ദേഹം വചനം പഠിപ്പിച്ചു. സോ എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക, അങ്ങനെ വളർന്നു വന്നു. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് സുവിശേഷ വേലയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ചിൽഡ്രൻ മിനിസ്ട്രി അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ആ പ്രായം തൊട്ട് എനിക്കുണ്ടായിരുന്നു.
ഞാൻ ഈ 10ാം ക്ലാസ് 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞതിന് കാരണം ആ സമയം വരെ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു വെറൈറ്റിയാണ്, ഹാപ്പി ലൈഫാണ്, മറ്റുള്ളവരുടെ സ്ട്രഗിൾസ് നമുക്കില്ല. പലരും കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് എനിക്കിങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാനെന്ത് ഭാഗ്യവതിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹത്തെ മാനിച്ചിട്ടാവാം കർത്താവ് ട്രെയിനിങ് 10ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം പെട്ടെന്ന് പിടികൂടി. അത് ആ ഒരു രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ കുറേ വൈകി. 6 മാസം വരും, 6 മാസം മാറി നിൽക്കും. അതായത് ഒരു ടീനേജിലേക്ക് കയറിയ ആ സമയത്ത് സോറിയാസിസ് വന്നു. അതിൻ്റെ അനുഭവം നമ്മുടെ ശരീരത്തിൽ ഈ മത്തിമീനുണ്ടല്ലോ, അതിൻ്റെ ചെതുമ്പൽ ഇളകുന്നത് പോലെ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ തൊലികൾ ഇളകിപ്പോയിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് കോസസ് ഇല്ല, ഇങ്ങനെ ഇൻഫെക്ഷൻ അല്ല, അത് സയൻറ്റിഫിക്കലി പറയുന്ന എക്സസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് എന്ന്. അതായത് നമ്മുടെ ഏറ്റവും പുറത്തെ സെൽസ് അതിന് വളർച്ച കൂടുതലാണ്, അത് വളരുന്നു, അത് ചത്തുപോകുന്നു, ചത്തുപോയ സെൽസ് പൊഴിഞ്ഞു പോകണമല്ലോ. സോ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ്. അപ്പോൾ ആദ്യം ഇതിനെന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹോമിയോ ചെയ്തു. എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ പേരൻസ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തു. അന്ന് മുതൽ ഞാൻ പറഞ്ഞു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ സമ്പാദിക്കുന്ന പൈസ എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു. +2 കഴിഞ്ഞിട്ടും ഇതിങ്ങനെ 6 മാസം ഭയങ്കര രോഗിയായിരിക്കും. കൃപയാൽ എൻ്റെ ഫേസ് ഈ ഇവിടെ ഇത്രയും ഭാഗം മാത്രം വന്നിട്ടില്ല, ബാക്കി തല മുതൽ കാൽപാദം വരെ ഫുൾ ബോഡി അഫക്റ്റ് ചെയ്തു. ഞാൻ കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കും എൻ്റെ കട്ടിൽ മുഴുവൻ സ്കിന്നായിരിക്കും. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ തറയിൽ മുഴുവൻ സ്കിന്നായിരിക്കും. ശരിക്കും ഒരു അറയ്ക്കപ്പെടുന്ന ഒരു രോഗമാണ്. സാധാരണ ഒരു ടീനേജിലുള്ളവർക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടാവും. ഞാനെപ്പോഴും ഫുൾ കോളർ, ഫുൾ കൈയുള്ള ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എന്നെ പ്രത്യേകിച്ച് ആരും നോക്കരുത്. മീൻസ് ഈ ടീനേജിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന, കർത്താവെ എന്നെ ആരും ശ്രദ്ധിക്കരുത്, എന്നോട് ആരും ചോദിക്കരുത്, ജോമി എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഞാൻ ഒരു സ്ലോലി എൻ്റെ ഒരു ഡീപ്പർ മൈൻഡിൽ ഒരു ഡിപ്രഷൻ പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ദൈവം എന്നെ സൗഖ്യമാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഹെവൻലി ഫീസ്റ്റിൻ്റെ മീറ്റിംഗ് ഒക്കെ നമുക്ക് സൂര്യ TV-യിലൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പപ്പയും മമ്മിയും കരയാതെ റൂമിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കർത്താവെ എന്നെ സൗഖ്യമാക്കണം, ഒരുപാട് പേരെ അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ, എന്നെയും സൗഖ്യമാക്കണം എന്ന് മുതലേ പ്രാർത്ഥിക്കും. പക്ഷേ ഇതിങ്ങനെ ഒരു സന്തത സഹചാരിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇതെൻ്റെ ലൈഫിലുണ്ടെങ്കിലും എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ കർത്താവ് ഒരു അവസരം തന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ ഞാൻ നേഴ്സിങ്ങിനായിട്ട് വന്നു. ഇവിടെ വന്നൊരു 6 മാസം കുഴപ്പമില്ലായിരുന്നു. 6 മാസത്തിന് ശേഷം വളരെ വീണ്ടും ശക്തമായിട്ട് വന്നു. കാരണം കാലാവസ്ഥ ചേഞ്ച് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ രോഗം മൂർച്ഛിച്ചു. എൻ്റെ റൂംമേറ്റ്സ് എന്നോട് നല്ല സ്നേഹമുള്ളവരായിരുന്നു. പക്ഷേ പലപ്പോഴും എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇത് എല്ലാവരും എന്നെ അപ്പോൾ എൻ്റെ യൂണിഫോം ഹാഫ് കൈയാണ്. അപ്പോൾ എൻ്റെ ഷോളിട്ട് ഞാൻ എൻ്റെ 2 കൈ എപ്പോഴും ഇങ്ങനെ മറച്ചു വയ്ക്കും. പിന്നെ സ്ലോലി എനിക്കൊന്ന് 5 ഇയേഴ്സ് കഴിയുമ്പം സോറിയാസിസ് ഉള്ളവർക്ക് സോറിയാറ്റിക് ആർത്രൈറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ വാതരോഗം പോലൊരു പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് പൈസ പപ്പയും മമ്മിയും ചിലവാക്കി. അവർക്ക് എന്നെ ചികിത്സിക്കണം, എന്നെ പഠിപ്പിക്കണം, അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ മമ്മിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് ജോലികൾ ചെയ്തു. അതിനിടയ്ക്ക് വിദേശത്തേക്ക് പോയപ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ എപ്പോഴാണോ നമുക്കൊരു സേവിങ്സ്, എനിക്കിപ്പോഴും ഓർക്കുന്ന ഒരു 50,000 രൂപ സേവ് ചെയ്തു എന്ന് കണ്ടാൽ പിന്നെ എനിക്ക് അസുഖമാണ്. ആ 50,000-ന് വരെ ഒരു 1.5 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നത് പോലെ പ്രോബ്ലമായി വരും. അപ്പോൾ ഫൈനലി ഞാൻ 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഈ രോഗം വന്ന് മരിച്ചാലും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, വീട്ടിൽ ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് അവർ മുടക്കി. പിന്നെ എനിക്കൊരു ചിന്ത തോന്നി, ഞാനൊരു പെങ്കൊച്ചല്ലേ, എന്നെ വിവാഹം കഴിച്ച് അയച്ചാൽ അവർക്ക് ഗുണമില്ല. സോ എൻ്റെ ആങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2nd ഇയറിൻ്റെ സൈക്കാട്രിക് പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കുറേ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഈ 3 വിരലിന് മരപ്പും വേദനയുണ്ട്. എൻ്റെ ഷോൾഡറിനും നടുവിനും ഇടത് കാലിന് മുട്ടിന് നീരുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനിതുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പോസ്റ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ബസ്സിൽ ഞങ്ങളെ തിരിച്ച് കൊണ്ടുവിടാൻ നേരം അത് ലാസ്റ്റ് എൻ്റെ ഇരിപ്പാണ്.
അവിടുന്ന് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ പോലെ ഫുൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് വീക്കായി മീൻസ് അതിന് ഈ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ഇടയ്ക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം ഇടുക്കിയിലൊക്കെ ഒത്തിരി വൈദ്യന്മാരുണ്ട്, അവരിൽ നിന്ന് കുറച്ച് ഈ ആയുർവേദിക് മെഡിസിൻസ് കൊണ്ടുവന്നു. അത് കൃത്യമായ ഡോസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. റൂമിൽ തന്നെ കഷായമൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കുകയാണ്. പിന്നെ ഒരു മെയിൻ കാര്യം, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ. ഞാൻ ഒരു വർഷം മുഴുവനും ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന റൈസിനകത്ത് വെറും വെള്ളവും ഉപ്പും ഒഴിച്ച് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ക്യാരറ്റ് അരിഞ്ഞ് വേവിച്ചത്, കോളിഫ്ലവർ അരിഞ്ഞ് വേവിച്ചത്, ഉപ്പിട്ട് വേവിച്ചത് വെറുതെ കഴിക്കും. കാരണം എനിക്ക് പഥ്യമുണ്ട്. 1 ഇയർ ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ ഈ മെഡിസിൻ്റെ ഓവർഡോസ് ആയിരിക്കാം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡ് പാരലൈസിസ് ആയിപ്പോയി. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വന്നു. അവിടെ നിന്ന് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോവാണ്. തിരിച്ച് നാട്ടിൽ എറണാകുളത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് പപ്പയ്ക്കോ ആങ്ങളയ്ക്കോ പൈസയില്ല, ഒന്നാമത് എവിടെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ അന്ന് മമ്മി ഗൾഫിലാണ്. വിളിച്ചു പറഞ്ഞു, എറണാകുളത്തൊരു ഹോസ്പിറ്റലുണ്ട്, നമുക്കവിടെ കാണിക്കാം, ഇതിൻ്റെ മാത്രം ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർക്ക് പേടിയാണ്. പേടി മീൻസ് പല പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്, ഇത് ഭയങ്കര സിവിയറാണ്. ആ സമയത്ത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നു. എനിക്കൊന്നൊരു 10,000 രൂപയുടെ ടെസ്റ്റ് അന്ന് ചെയ്തു. അപ്പോൾ എനിക്ക് വാദം, പിത്തം, കഫം എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഒരു മരുന്ന് മറ്റൊരു മരുന്നിന്, ഒരു രോഗത്തിന് മറ്റൊരു മരുന്ന് പിടിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ ഈ രോഗങ്ങളൊക്കെ എനിക്കുണ്ടെങ്കിലും കർത്താവിലുള്ള വിശ്വാസത്തിന് ഒരു കുറവും വന്നില്ല. ഞാൻ ട്രസ്റ്റ് ചെയ്തു ദൈവത്തെ. പിന്നെ ലാസ്റ്റ് ടൈം ഇങ്ങനെ ഞാൻ 2nd ഇയർ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹോസ്റ്റലിൽ, അതും ഞാൻ പറയണമല്ലോ, ഹോസ്റ്റലിൽ കൃപയാൽ എനിക്ക് 90% വിശ്വാസികൾ കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരെനിക്ക് ഭയങ്കര സപ്പോർട്ട് തരും, ഇവർ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് വയ്യെന്ന് കണ്ടപ്പോൾ ഇവർ എല്ലാവരും പ്രാർത്ഥിക്കും. നാട്ടിലേക്ക് എല്ലാ പാസ്റ്റേഴ്സിനെയും എല്ലാവരെയും വിളിച്ച് പറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുമാത്രവുമല്ല, ഹോസ്റ്റലിൽ സ്പിരിച്വലി ഒത്തിരി ആക്റ്റീവായിട്ടുള്ളവരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും ഉണ്ട് പ്രെയറിനും കാര്യങ്ങൾക്കും. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ എന്നെ ആങ്ങളെയാണ് കൊണ്ടുവരുന്ന നാട്ടിലേക്ക്. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ വിഷമമുണ്ട്. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജോമി ഇനിയിപ്പം വരത്തില്ലായിരിക്കും, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് ഒരു കൂട്ടുകാരി പറഞ്ഞ വാക്ക് എൻ്റെ ചെവിക്കകത്ത് ഇങ്ങനെ കേട്ടു. ഇത്രയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആത്മാർത്ഥത കാണിക്കുകയും ജോമിക്ക് ഇത്രയും പ്രശ്നം വന്നെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം അടിയിനി അനുഭവിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചു. അത് എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടർ ധൈര്യമായിട്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ എനിക്ക് താ, എൻ്റെ അസുഖത്തിന് വേണ്ടി തരണ്ട, എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ എഴുന്നേക്കും, കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയോട് അദ്ദേഹം പറഞ്ഞു, ഈ മോളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ഇവളെ അഡ്മിറ്റ് ചെയ്യാം, എനിക്കൊരു പ്രതീക്ഷയില്ല, അഡ്മിറ്റ് ചെയ്യാം, 3 ദിവസം മാക്സിമം ഞാൻ ശ്രമിക്കും, 3 ദിവസത്തിനുള്ളിൽ ഇവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു റൂമിലേക്ക് മാറ്റി ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ജനലിക്കോട് ആകാശത്തേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് അസുഖം വന്നതിൽ ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല, പക്ഷേ ആ വാക്കുകൾ എന്നെ എൻ്റെ ചെവിക്കകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവർക്കും പ്രശ്നങ്ങളാണെന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. അപ്പോൾ എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റെപ്പിൽ കയറി ഇറങ്ങി ഓടുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. കർത്താവെ എനിക്കും ഇങ്ങനെ ഓടി നടക്കണം, എനിക്ക് എന്നെ ദൈവം വിടുവിച്ചെന്ന് എൻ്റെ കോളേജിൽ പോയി എനിക്ക് സാക്ഷ്യം പറയണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 40 ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ പറഞ്ഞതുപോലെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വിരലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടി. ഡോക്ടർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. 40 ദിവസത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നടന്നു. മരുന്നുകൊണ്ട് മാത്രമല്ല, പ്രാർത്ഥനയാൽ കർത്താവ്, എനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടത്തെ ഒരുക്കിയിരുന്നു അന്നേ. താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെ ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ എക്സാമിൻ്റെ സമയത്ത് തിരിച്ച് ഹോസ്റ്റലിലേക്ക് കോളേജിലേക്ക് പോയപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമായി പോയി. കർത്താവ് എന്നെ നിർത്തിയത്, പിന്നെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസസ് വളരെ വലുതായിരുന്നു. അങ്ങനെ ഞാൻ 3rd ഇയർ കഴിഞ്ഞു. അപ്പോൾ ഈ 3 ഇയേഴ്സിനിടയ്ക്ക് ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ക്ലാസ്. എക്സാമിന് തൊട്ട് മുൻപ് പോവുക, 3 ദിവസം മുമ്പ് ചെല്ലുക, ഒരാഴ്ച മുമ്പ് ചെല്ലുക, എൻ്റെ അസൈൻമെൻറ്റ് കാര്യങ്ങളും എല്ലാം ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എഴുതി തന്നു. അങ്ങനെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എൻ്റെ നഴ്സിംഗ് പഠനം കഴിഞ്ഞു. അപ്പോൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാംഗ്ലൂർ ബദേലേജിയിൽ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വചനം കേട്ട് പഠിച്ചത് കൊണ്ട്
വചന ആഴത്തിൽ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ബദേലേജിയോട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നിയത്. പാസ്റ്റർ അപ്പച്ചൻ്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടമാണ്, അതെന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തും. അങ്ങനെ എനിക്ക് തോന്നുന്നു 3rd year ഒക്കെ അവസാനം ആകാറായ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ വർഷിപ്പ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഭയങ്കര സ്പീഡിൽ കൈയടിച്ച് ആരാധിക്കും. ഞങ്ങൾ ബ്രദറിലാണെങ്കിലും ഡ്രം അടിച്ച് കൈയടിച്ച് ആരാധിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഒരു ശീലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എങ്കിലും ഇവരെ കൈയടിക്കുന്ന പോലെ അത്രയും സ്പീഡിൽ എനിക്ക് കൈയടിക്കാൻ പറ്റത്തില്ല. ഇവർ അന്യഭാഷ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ നീ വലിയവനാണ്, അങ്ങ് രാജാവാണ്, അങ്ങേപ്പോലെ വേറെ ആരുമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും ഇവർ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ. പക്ഷേ അന്ന് വർഷിപ്പിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നൊരു ബ്രദർ ഇങ്ങനെ ഒരു ദിവസം പറയുകയാണ്, സൺഡേ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും കർത്താവിന് നിങ്ങളുടെ മേലൊരു തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് അഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്കുകൾ എന്നോടെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് സത്യമാണെങ്കിൽ എനിക്ക് തരണം, എനിക്കും ആഗ്രഹമുണ്ട് ഇത് പ്രാപിക്കാൻ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ കൈ അടിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൈ അടിക്കുന്നതിൻ്റെ സ്പീഡ് കൂടി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞ് എൻ്റെ നാക്ക് ഭയങ്കര സ്റ്റിഫായി. ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഭയങ്കര കട്ടി തോന്നിയിട്ട് എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നാക്കിന് ഒട്ടും കട്ടിയില്ലാത്ത പോലെ തോന്നി, ഞാൻ എന്തൊക്കെയോ പറയുന്നതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരി എന്നെ തട്ടി വിളിക്കുമ്പോൾ ഞാൻ തറയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ജോമി നീ ഭയങ്കരമായിട്ട് ആരാധിച്ചു ജോമി, കസേരയെല്ലാം തെറിച്ചു, ഞാൻ താഴെ കിടക്കുകയാണ്. അപ്പം അതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. റിയലി ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സസ് കേട്ടിട്ടുണ്ട്. നമ്മൾ ആ ഭാഷാപരമോ നിന്നുപോയി, പൂർണ്ണമായത് വെളിപ്പെട്ടപ്പോൾ അംശമായത് നീങ്ങിപ്പോയി എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് റിയൽ ആണെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, ആ ഒരു നിമിഷത്തെ ദൈവം ആദരിച്ചു, അഭിഷേകത്താൽ എന്നെ നിറച്ചു. അതുവരെയും സുവിശേഷ വേല ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച ഉപദേശം നമുക്കുണ്ടല്ലോ. പക്ഷേ ഒരു വ്യക്തിയോട് പോലും ഞാൻ അന്ന് വരെ സുവിശേഷം പറഞ്ഞിട്ടില്ല. എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. സിസ്റ്റമാറ്റിക്കലി പറഞ്ഞു തരും. നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള വചനം ഇന്നതൊക്കെയാണ്, അത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഫോളോ ചെയ്യുക, എല്ലാം ഓക്കെ. പക്ഷേ ഇതൊരു പ്രവൃത്തിയിലേക്ക് വരുത്താൻ എനിക്കറിയത്തില്ലായിരുന്നു, അറിയില്ല. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിഷയങ്ങൾ ഡയറിയിൽ എഴുതി വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം എനിക്ക് സുവിശേഷം പറയാനുള്ളൊരു താല്പര്യം, ഞാൻ അറിയാതെ എന്നോട് സംസാരിക്കുന്നവരോട് സുവിശേഷം പറയാനും എൻ്റെ ക്യാരക്ടറിൽ ഒത്തിരി ചേഞ്ചസ് വന്നു. അതുവരെയും വചനമായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മൾ ഈ കൃപയ്ക്കകത്താണ് വളർന്നു വരുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അമ്മയൊക്കെ അനുസരിക്കാതെ വരുമ്പം ഞാൻ ഓർക്കും ഇനി അനുസരിക്കണം, അയ്യോ ഈ ആഴ്ച പാസ്റ്ററുകൾ പറഞ്ഞത് അനുസരിക്കുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ കുഞ്ഞുങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് വചനമൊക്കെ അപ്പം ഞാൻ തീരുമാനം എടുത്തുകൊണ്ട് വരും, ഇനി എല്ലാം അനുസരിക്കണം. പക്ഷേ പലപ്പോഴും അനുസരണക്കേട് കാണിക്കും. അപ്പം ഞാൻ ഓർക്കും എന്താ കർത്താവ് എനിക്ക് പറ്റാതെ, വചനമൊക്കെ കേട്ട് ഞാൻ സമർപ്പിച്ചതാണല്ലോ യേശുവപ്പച്ച, എനിക്ക് പറ്റുന്നില്ല. പക്ഷേ പിന്നീട് അഭിഷേകം പ്രാപിച്ചപ്പോഴാണ് മനസ്സിലായത് വചനമായിട്ടിരുന്ന് സ്വയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കഴിയും. എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒന്നും എന്നുള്ളതിനകത്ത് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലും കർത്താവിൻ്റെ കൃപയില്ലാതെ കഴിയത്തില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ദൈവത്താൽ എൻ്റെ സ്ട്രഗിൾസിനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും അതിനുശേഷം ഞാൻ ജോലിക്ക് കയറി, ജോലി ചെയ്യുമ്പോഴായാലും എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസിനെ കൃപയാൽ എനിക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു, നഴ്സിംഗ് കഴിഞ്ഞു. ഞാൻ ആന്ധ്രയിലേക്ക് ജോലിക്ക് പോവാണ്. ആന്ധ്രയിലേക്ക് ജോലിക്ക് പോയി അവിടെ 3 മാസം വർക്ക് ചെയ്തു. ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് നേഴ്സായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് എനിക്ക് പേഷ്യൻസിനോട്. അപ്പോൾ അവിടെ ഈ മലയാളീസും ആന്ധ്രയിലുള്ള നേഴ്സസും തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ട്. നമ്മളോട് അവർക്കൊരു ഇഷ്ടക്കുറവുണ്ട്. അപ്പോൾ എന്നെ വാർഡിലാണ് ഫസ്റ്റ് ന്യൂ സ്റ്റാഫ് ആയതുകൊണ്ട് എക്സ്പീരിയൻസിന് ഇട്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഞാൻ ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അപ്പോൾ എന്നെ ICUവിൽ പോസ്റ്റ് ചെയ്തു. അവിടെ വരുന്നത് ഒറീസയിൽ നിന്നൊക്കെയുള്ള ഭയങ്കര സിവിയർ കേസസാണ്. മലേറിയ, സെറിബ്രൽ മലേറിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിവിയർ കേസസാണ്. അപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഒരു സിവിയർ കേസിനെ നോക്കാൻ തന്നു. അപ്പം ഞാൻ പേഷ്യൻസിനെ കെയർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ അവരെ കെയർ ചെയ്തു. ഈ പ്രിക്വേഷൻസ് നമ്മൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അധികം പ്രിക്വേഷൻസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പെട്ടെന്ന് ഇൻഫെക്റ്റഡായി, ഞാൻ അത് അറിഞ്ഞില്ല. എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ കണ്ടിന്യൂസ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. 9 മണി അപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൂട്ടുകാർ ഈ മോരും വെള്ളമൊക്കെ കൊണ്ടു തന്നു. ഫൈനലി ഞാൻ വോമിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ തൊണ്ട വരെ പൊട്ടി, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബോഡിയിലൊക്കെ ഭയങ്കര ഒരു തിളക്കം തോന്നി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ വണ്ണം വെച്ചതായിരിക്കും എന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ സ്ലോലി അൺകോൺഷ്യസ് ആകുമായിരുന്നു. അപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. എൻ്റെ സിറ്റുവേഷൻ ഞാൻ അറിയുന്നത് ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ളത് 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അവിടെ നിന്ന് ഞാൻ അൺകോൺഷ്യസ് ആയിട്ടാണ് പപ്പ വന്ന് എന്നെ ട്രെയിനിൽ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അത് ശരിക്കും എനിക്ക് ജോണ്ടിസ് വന്നു, എൻ്റെ ലിവറിനെ ബാധിച്ചു. ശരിക്കും ഫുൾ ബോഡി പാർട്സ്, അതായത് ആന്തരിക അവയവങ്ങളിലെല്ലാം ബാധിച്ചു. മരണത്തിൻ്റെ വക്കിലായ ഒരു സമയത്താണ് പപ്പ വന്നെന്നെ കൊണ്ടുവരുന്നത്. നാട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് എനിക്ക് സുബോധം വരുമ്പോൾ ഞാൻ എവിടെയൊക്കെയാണ്, എനിക്ക് മങ്ങിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഒരു എറണാകുളം മുതൽ കോതമംഗലം വരെ പല ഹോസ്പിറ്റലുകളിലും കയറ്റി. അവർ പറഞ്ഞു ഇവിടെ എടുക്കത്തില്ല, കാരണം വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നൊരു രോഗിയാണ്. ഫൈനലി ഞാൻ ഈ പറഞ്ഞ പോലെ ആംബുലൻസിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആംബുലൻസിൻ്റെ ജനലിൽ കൂടെ വെളിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ മരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് ഭയങ്കര മരണഭീതി ഉണ്ടായി. എനിക്ക് മനസ്സിലായി ഞാനിപ്പം മരിച്ചു പോകും. പക്ഷേ എനിക്ക് പ്രത്യാശയുണ്ട്, ഞാനിപ്പം മരിച്ചാലും ഞാൻ ദൈവസന്നിധിയിലേക്കാണ് ചെല്ലുന്നതെന്നുള്ളൊരു പ്രത്യാശയുണ്ട്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, പാസ്റ്റർ അപ്പച്ചൻ എപ്പോഴും പ്രസംഗിക്കും, നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മൾ നിത്യലജ്ജയ്ക്കായിട്ട് അവിടെ ചെല്ലരുത്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് പ്രതിഫലം വാങ്ങാൻ വേണ്ടി ചെല്ലണം. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ കർത്താവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആകാശത്ത് നോക്കി പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ പപ്പയുടെയും മമ്മിയുടെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി സമയം തരണം, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം എന്ന് പ്രാർത്ഥിക്കാനിടയായി. എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു റിക്വസ്റ്റ് ദൈവം അംഗീകരിച്ചു. അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 20 ഡേയ്സോളം അവിടെ ICUവിൽ കിടന്നു. വീണ്ടും നോർമലായിട്ടുള്ളൊരു ലൈഫിലേക്ക് വന്നു. അപ്പോൾ അന്നത്തെ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B ആണ്. അത് യൂഷ്വലി ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ഹെപ്പറ്റൈറ്റിസ് B വന്നാൽ ലൈഫ് ലോങ് ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് രക്തത്തിൽ നിന്ന് പോകത്തില്ല. ഇന്ന് ടെസ്റ്റ് ചെയ്താലും എനിക്ക് നോർമലാണ്. കർത്താവ് അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ 1 വർഷം വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് തന്നെ വർക്ക് ചെയ്യാൻ വന്നു. ഇവിടെ പിന്നെ സെക്കൻഡ് ടൈം വരുമ്പം ബാംഗ്ലൂരിനോട് എനിക്ക് ഭയങ്കര ഒരു വെറുപ്പ് തോന്നി. മീൻസ് ഞാൻ പഠിക്കാൻ പോയിട്ട് എന്നെ ഒത്തിരി രോഗിയാക്കി, ഒത്തിരി മാനസികമായ പ്രയാസങ്ങളുണ്ടായി. എന്താ ഇങ്ങനെ, ഞാൻ വേറൊരു നാട്ടിലേക്ക് പോയിട്ട് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് ലൈഫിൽ മൊത്തത്തിൽ എന്തോ ഒരു വെറുപ്പ് പോലെ. ആ സമയത്ത് ഞാൻ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ അദ്ദേഹം എഴുതിയ ഒരു ആന്തരിക സൗഖ്യം എന്ന് പറയുന്നൊരു ബുക്ക് വായിച്ചു. ആ ബുക്കിലൂടെ എനിക്ക് ഇന്നർ ഹീലിംഗ് ഉണ്ടായി. ഞാൻ ധൈര്യപ്പെട്ടു. അതിനുശേഷം വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നു. ഞാൻ എവിടെ ഞാൻ തോറ്റോ, എവിടെ എനിക്ക് പ്രശ്നങ്ങളുണ്ടോ അവിടെ തന്നെ വർക്ക് ചെയ്യണം എന്നൊരു വാശിയിൽ ഞാൻ ഇവിടെ വന്നു. കർത്താവ് എനിക്ക് ഇവിടത്തേക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിരുന്നു. എനിക്ക് ബഥേലിൽ നല്ല ആത്മീയ സുഹൃത്തുക്കളെ കർത്താവ് ഒരുക്കി വെച്ചിരുന്നു. ഒരു 7 പേര് എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. അവർ നല്ല ശക്തമായിട്ട് ആത്മീയമായിട്ട് എരിവുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ അവരൊക്കെ കൃപയാൽ ഓരോരോ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവരുമായിട്ട് കൂട്ടുകൂടി ഞങ്ങൾ ഒരുമിച്ച് ലീവ് കിട്ടുന്ന ദിവസം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ഒരുമിച്ച് ലീവ് എടുത്തിട്ട് ഞങ്ങൾ പ്രെയർ ടവറിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ അവിടുത്തെ ഏരിയ മീറ്റിങ്സിനൊക്കെ പോകും. അങ്ങനെ ഒരു ഏരിയ ബഥേലേജിയുടെ ഒരു ഏരിയ കെയർ ചെയ്യാനായിട്ട് കർത്താവ് കൃപ തന്നു. അങ്ങനെ പിന്നീടുള്ളൊരു എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ കർത്താവ് സ്പിരിച്വലി എന്നെ ലിഫ്റ്റ് ചെയ്തു. അപ്പോഴും സോറിയാസിസ് എൻ്റെ കൂടെ ഉണ്ട്, അത് സൗഖ്യമായിട്ടില്ല, പിന്നെയും ഉണ്ട്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 1 വർഷം ഫുള്ള് വർക്ക് ചെയ്താൽ നമുക്ക് 21 ഡേയ്സ് ലീവ് കിട്ടും. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയും ആ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പ്ലാൻ ചെയ്തു, ഇനി 21 ഡേയ്സ് നമുക്ക് ബഥേലേജിയിൽ ഫാസ്റ്റിംഗ് പ്രെയർ ഉള്ള സമയത്ത് എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രെയറിൽ 21 ഡേയ്സ് ലീവ് എടുത്തു. നാട്ടിൽ പോകാതെ അവിടെ സ്റ്റേ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരൊറ്റ ആഗ്രഹം എൻ്റെ രോഗം സൗഖ്യമാകണം. ബിക്കോസ് നമ്മൾ ഒരു 23-24 ഒക്കെ ആയി, നീ അടുത്തൊരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ രോഗിയാണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഈ രോഗം പിന്നെയും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഡെഡിക്കേഷനൊക്കെ ഞാൻ മറന്നുപോയി. മീൻസ് കർത്താവിനോട് പറഞ്ഞല്ലോ എനിക്ക് വേല ചെയ്യണം, വേല ചെയ്യാൻ ഈ രോഗം ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. അവർ പറയും നീ സൗഖ്യമായിട്ടില്ല, പിന്നെ നീ ഞങ്ങളോട് പറയുന്നത് നിൻ്റെ ദൈവത്തെ കൊണ്ട് നിനക്ക് സൗഖ്യം മേടിക്കുന്നൊക്കെ സംസാരിക്കും എൻ്റെ കൂട്ടുകാർ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ അവിടെ ഇരിക്കാൻ പ്ലാൻ ചെയ്തു. 20 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. ഒരു ബ്രദറൻ പശ്ചാത്തലത്തിൽ വന്ന ഞാൻ ആദ്യമായിട്ടാണ് 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്നത്. 20 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. 20ാമത്തെ ദിവസം അതുവരെ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം ഞാൻ അനുഭവിച്ചതിൽ ഭയങ്കര മനപ്രയാസം 20ാമത്തെ ദിവസം രാത്രിയിൽ എനിക്കുണ്ടായി. അതുവരെ ഏത് മീറ്റിങ്ങിനും ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും. 7:30 വർഷിപ്പ് തുടങ്ങുമെങ്കിൽ 7:15 അവിടത്തെ ഏറ്റവും ഫ്രണ്ടിൽ ചെയറിലിരിക്കും.
കാരണം കൂടുതൽ വചനം കേൾക്കാനും പ്രാപിക്കാനും ഒക്കെ നമുക്കതാണ് സൗകര്യമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് ഞാൻ ഏറ്റവും പുറകിലിരുന്നു. എൻ്റെ കൂട്ടുകാരി വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ പരാതി പറയാൻ തുടങ്ങി. കർത്താവേ, ഞാൻ നിന്നെ എന്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ കൊടും പാപമൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, എന്നോട് എന്താ കർത്താവേ ഒരു മനസ്സിലേവ് കാണിക്കാത്ത, 20 ദിവസം ഞാൻ പട്ടിണി ഇരുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ച് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ അവിടെ വർഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കരയാണ്. എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, ഞാൻ ഒത്തിരി വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കാനായിട്ട് കയറി വരികയാണ്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു പാട്ട് ഞാൻ കേൾക്കുകയാണ്. ഞാൻ സൗഖ്യമായാലും ഇല്ലേലും നീ മാത്രമാണ് എൻ്റെ ദൈവം, ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഈ വരി എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടു. പാസ്റ്റർ രാജേഷ് ഏലപ്പാറയാണെന്ന് ശുശ്രൂഷിക്കുന്നത്. ഇതൊരു എന്താ പറയുന്ന ഒരു ആണി കുത്തി ഇറക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ തുടച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, ജോമി, ഇന്ന് നീ മരിച്ച നാളെ ഇത് അഴുകും, നിൻ്റെ അപ്പനമ്മമാർ പോലും ഇതിനെ തൊടാൻ അറയ്ക്കും. ആ ഒരു ശരീരത്തിന് വേണ്ടിയാണോ നീ നിൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത്? നിരീക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ഈ ശരീരത്തിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അവിടെ കർത്താവിനോട് സോറി പറഞ്ഞു. എൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചിട്ട് പറഞ്ഞു, യേശുവപ്പാ, ഞാൻ എന്നെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ രോഗം സൗഖ്യമാകാൻ ഇനി മേലാൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് കർത്താവിനോട് ഒരു പിണക്കവും ഇല്ല. എനിക്കൊരു തിരിച്ചറിവ് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സമർപ്പിച്ചു. അന്നത്തെ മീറ്റിങ്ങിന് അത് എനിക്ക് എന്നെ ഒന്ന് റീഫോം ചെയ്യുന്നത് പോലെ എന്താ പറയുക, ഒരു സമർപ്പണത്തിൻ്റെ ഒരാഴത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ ടിനു ജോർജ് പാസ്റ്ററാണ് അവിടെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശയെക്കുറിച്ചാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓടി ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം മുഴുവൻ എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഞാൻ അതിനെ കൊതിക്കുകയാണ്. കർത്താവെ, ഇവിടെ കത്തുന്ന ഒരു അഭിഷേകത്തിൻ്റെ അഗ്നിയിലേക്ക് ഞാൻ എന്നെ തന്നെ എടുത്തെറിയുകയാണ്. എന്നെ നിറയ്ക്കണം, എനിക്ക് അങ്ങയുടെ വേല ചെയ്യണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം അഭിഷേകത്തെ കൈമാറുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം ഓടി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണ്. ഇദ്ദേഹം ഒരു ഇമ്പാർട്ടേഷന് മുമ്പ് പെട്ടെന്നൊരു വാക്ക് ഇങ്ങനെ പറയുകയാണ്, സോറിയാസിസ് ഉള്ളൊരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവ്, എന്നെപ്പോലെ ആരും ഇതിനകത്ത് വിഷമിക്കുന്നവരുണ്ടല്ലോ, അപ്പോഴും ഞാനാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോയി. അപ്പോൾ ഈ സഹോദരി ആരാണെങ്കിലും കർത്താവെ, ഞാൻ അനുഭവിച്ചതാണല്ലോ ഈ വിഷമം, ആ സഹോദരിയെ ബലപ്പെടുത്തണേ കർത്താവെ, സൗഖ്യം കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എല്ലാവരും കൈപൊക്കെ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ്. ഞാനും കണ്ണടച്ച് അഭിഷേകത്തിന് വേണ്ടി നിൽക്കുക. ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്തത് എനിക്കിങ്ങനെ തൊട്ടിങ്ങനെ തഴുകുന്നത് പോലെ, ഒരു കരം എന്നെ തഴുകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചിന്തിച്ചു, അത് അഭിഷേകമാണ്, കർത്താവ് എന്നെ തൊട്ടതാണ്, നിറച്ചതാണ് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. 21ാമത്തെ ദിവസം വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് ആക്ച്വലി ചിക്കൻ, തൈര് ഇതൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ചെതുമ്പലില്ലാത്ത മീനുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിയും. അപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോയി. ആ 1 വീക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്നെ മിസ് ചെയ്തു, 21 ഡേയ്സ്. അപ്പോൾ അവരെനിക്ക് ചിക്കനാണ് കറി വെച്ചിരുന്നത്. അവരോട് ആക്ച്വലി ഇത്രയും ഡീപ്പായിട്ട് എൻ്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാഴ്ച മുഴുവൻ ഞാൻ ചിക്കൻ കറിയാണ് കൂട്ടിയത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് സൺഡേ ഞാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരി ചോദിക്കുകയാണ്, ജോമി, എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിച്ചോടി, 21 ദിവസം ഫാസ്റ്റിങ്ങിൻ്റെ ക്ഷീണമൊക്കെ മാറിയോ? അപ്പോൾ ഞാൻ മുന്നേടി ഒരാഴ്ച ഫുള്ള് ചിക്കനായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി, നിനക്ക് ജോമി, അപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ കൈ മാറ്റിയിട്ട്, നീ നോക്കുക, നിനക്ക് അസുഖമൊന്നുമില്ലേ, പ്രോബ്ലം ഒന്നുമില്ലേ? അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിൽ ശ്രദ്ധിക്കുന്നത്. ആ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആ വടുക്കളെല്ലാം നോർമലായ ഒരു പാടായി മാറുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. ഒരാഴ്ച കൊണ്ട് അത് ഹീലിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ച കൊണ്ട് എൻ്റെ ബോഡിയിൽ ഹീലിംഗ് നടന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവെ, ഞാൻ സൗഖ്യമായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കർത്താവ് സുവിശേഷ വേലയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ ഹോസ്റ്റലിലും ഒക്കെ കോളേജിലും ഹോസ്പിറ്റലിലും ഒക്കെ കർത്താവിൻ്റെ ഒരു സാക്ഷിയാകാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ പേഷ്യൻസ് അവരോട് കർത്താവിൻ്റെ വചനം പറയാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. അതുപോലെ തന്നെ കർത്താവുമായിട്ടുള്ളൊരു ഡീപ്പ് കണക്ഷൻ എനിക്ക് ദൈവം തന്നു. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത്, ഞാൻ NICUവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നൈറ്റ് ഡ്യൂട്ടി, എനിക്ക് ഓൾ നൈറ്റ് പ്രയറാണ്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നോട് ഒരു ദിവസം വെളുപ്പിനെ 3 മണിയായപ്പം കർത്താവ് പറഞ്ഞു, നീ പ്രൈവറ്റ് വാർഡിൽ പോയിട്ട് ഒരു 10 വയസ്സുള്ള മോനുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ICUന്ന് പെട്ടെന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ജൂനിയർ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാൻ 3rd ഫ്ലോർ പോയി. അവിടെ പോയപ്പോൾ റിയലി അങ്ങനെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നതിന് മുൻപ് ഏർലി മോർണിംഗ് 5 മണിക്ക് അവർക്ക് ഡിസ്ചാർജ് വേണം. അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ 10 വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസറാണ്.
അപ്പോൾ ഈ ഒരു ബോധ്യം, പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഒരു നിർബന്ധം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കൈകൾക്കകത്ത് ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇതെന്താണെന്ന്. അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന നേഴ്സിനോട് പറഞ്ഞു എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നേഴ്സ് പറഞ്ഞു ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ റിസ്കിൽ നമുക്ക് പോകാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയും മോനുമേ ഉള്ളൂ. ഒരാഴ്ചയായിട്ട് ഈ കുഞ്ഞിന് ഈ പാരസെറ്റമോൾ ഇൻഫ്യൂഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫീവർ കുറയുന്നില്ല. അവൻ 3 പുതച്ച് വറച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ ചെന്നു, ഹിന്ദു ഫാമിലി, ഞാൻ ചെന്ന് ഈ കുഞ്ഞിൻ്റെ മേൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങേ കുഞ്ഞിനെ സൗഖ്യമാക്കണം. ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു ചൂട് ഈ കുഞ്ഞിൻ്റെ കാലിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കണ്ണ് തുറന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച് തീർന്നിട്ടാണ് കണ്ണ് തുറന്നത്. ആക്ച്വലി ഞാൻ പ്രാർത്ഥിച്ച് പകുതിയായപ്പോഴും ഈ മോനി പുതപ്പെല്ലാം എടുത്തെറിഞ്ഞു. അവനെ ഇങ്ങനെ മുഴുവൻ വേർത്തു. അവൻ സൗഖ്യമായി. അവർ ഡിസ്ചാർജായി. ഒരാഴ്ച കഴിഞ്ഞ് ആ മോൻ്റെ ഫാദർ എന്നെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ ഒരു ഏഞ്ചലുണ്ട്, എനിക്ക് കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് ആക്ച്വലി നമ്മളിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമോ, നമ്മൾ വെറുതെയാണ്, മീൻസ് നമ്മൾ സുവിശേഷ വേലയ്ക്ക് നമ്മളെ സമർപ്പിച്ചുവെങ്കിലും നമ്മളെ കൊണ്ട് കർത്താവിന് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് നമുക്കുണ്ടാകും. പക്ഷെ അതെനിക്കൊരു ഉറപ്പായിരുന്നു, നമ്മളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കും, നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ദൈവം ചെയ്യിക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടി. അങ്ങനെ കൃപയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് നാട്ടിൽ നിന്ന് പാസ്റ്റർ രാജേഷ് ആളും അദ്ദേഹത്തിൻ്റെ ആലോചന വരുന്നതും. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, ഈ പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള സംസാരത്തിനകത്ത് അദ്ദേഹം ഒരു വാക്കിനോട് പറഞ്ഞു, ജോമി ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ സമർപ്പിച്ച് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്, എനിക്കൊരു വർക്ക് സൈറ്റുണ്ട്, ദൈവം എന്നോട് ഇടപെട്ട് അതും ഞാൻ സ്റ്റോപ്പ് ചെയ്യും, പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യും. എൻ്റെ ഫാമിലി എനിക്ക് അനുകൂലമല്ല, പക്ഷേ എന്നെ നോക്കി, ദൈവത്തെ നോക്കി ജോമി എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാം, പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവേ എനിക്ക് പുറമേ ഉള്ള ഒന്നും വേണ്ട, മീൻസ് ഭയങ്കര എഡ്യൂക്കേഷൻ ക്വാളിറ്റി, ഭയങ്കര സൗന്ദര്യം, ഭയങ്കര പേഴ്സണാലിറ്റി, ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു എന്നേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് വേണം. കാരണം അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും വൈഫിനെ കെയർ ചെയ്യും. അപ്പോൾ ഞാൻ അതാണ് ആഗ്രഹിച്ചത്. കർത്താവ് അങ്ങനെ തന്നെ ഒരു ദേവദാസനെ തരാൻ ഇടയായി. എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്ററാണ് അദ്ദേഹം. എന്നെ സ്പിരിച്വലി ഒരു പാസ്റ്ററിൻ്റെ വൈഫ് അല്ലെങ്കിൽ ഒരു സുവിശേഷക എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചു. എൻ്റെ ലൈഫിൽ ഞാനൊരു ഭയങ്കര ഒരു കുട്ടിക്കളിയുള്ളൊരു ക്യാരക്ടറായിരുന്നു. എന്നെ ശരിക്കും ഒരു സുവിശേഷകയാക്കി മാറ്റിയത് അദ്ദേഹമാണ്. ലൈഫിലെ ഓരോ എക്സ്പീരിയൻസസ്, ഇപ്പം സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാം എൻ്റെ ഒരു റോൾ മോഡൽ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിക്കുന്നത്. അങ്ങനെ കൃപയാൽ കർത്താവ് ഇത്രത്തോളം നടത്തി. ഓക്കെ, വളരെ സന്തോഷം. നല്ല അനുഭവ സാക്ഷ്യം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിച്ച നല്ല അനുഭവ സാക്ഷ്യത്തിന് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി കുടുംബമായിട്ട് നിങ്ങളുടെ വേലയുടെ അനുഭവങ്ങളൊക്കെ, കർത്താവിൻ്റെ വേലയിൽ എത്ര വർഷമായി? ഇപ്പോൾ ഞങ്ങൾ 11 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബൈബിൾ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ വിവാഹം. ആ സമയത്ത് തന്നെ അവിടെ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് എന്നെയും ചേർത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മോനെ പ്രഗ്നൻ്റ് ആകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8 മാസം വരെ വചനം പഠിക്കാൻ, കുഞ്ഞിനെ വയറിനകത്തുള്ളപ്പോൾ തന്നെ കുഞ്ഞും വചനം പഠിച്ചു, ഞങ്ങളും പഠിച്ചു. അങ്ങനെ കർത്താവ് കൃപയാൽ ഞങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങി. അതിനുശേഷം പാസ്റ്ററിൻ്റെ ജന്മസ്ഥലമായ കാർത്തികപ്പള്ളിയിൽ തന്നെ ഞങ്ങൾ വേല ആരംഭിക്കുകയായിരുന്നു. കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇടുക്കി ജില്ല പോലെയല്ല, അതൊരു കോസ്റ്റൽ ഏരിയ ആണ്. പിന്നെ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണ്. നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫൈറ്റിംഗ് വേണ്ട, അതെ, നമ്മൾ തീ പോലെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അവിടെ. ഒരിക്കലും നമ്മൾ വിശ്വാസത്തിൽ ഒരു ശകലം മയങ്ങി ഇരുന്നാൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് വരുന്ന ഒരു ഏരിയ ആണ്. സുവിശേഷ വേലയിലേക്ക് ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കര യങ്ങാണ്, ഞാൻ ആളും ചെറുതായതുകൊണ്ട് ഈ നമ്മുടെ ചർച്ചിൽ വരുന്ന വിശ്വാസികളിൽ നിന്ന് എനിക്കിതിനകത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഒരു ചർച്ചിലെ പാസ്റ്ററും പാസ്റ്ററിൻ്റെ വൈഫും ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ പാസ്റ്റർ നേരിടുന്ന പ്രശ്നത്തെക്കാൾ കൂടുതൽ പാസ്റ്ററിൻ്റെ വൈഫായിരിക്കും നേരിടുന്നത്. പാസ്റ്റർ എപ്പോഴും സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും എല്ലാവരുടെയും മുൻപിൽ ഒരു ഹീറോയുടെ ഒരു റോളുണ്ട്. പക്ഷേ പാസ്റ്ററുടെ വൈഫ് എന്ന് പറയുമ്പോൾ പലരും അത്രയൊരു റെസ്പെക്റ്റ് വൈഫിന് കൊടുക്കണമെന്നില്ല. കൂടുതൽ പ്രശ്നങ്ങളും പാസ്റ്റർമാരുടെ വൈഫുമാരാണ് നേരിടുന്നത്.
പാസ്റ്റർമാരുടെ സ്വഭാവത്തിലോ ഇടപെടലിലോ ഉണ്ടായ ബുദ്ധിമുട്ട് പോലും നേരെ പാസ്റ്ററിൻ്റെ വൈഫിലേക്ക് വരും. അപ്പോൾ ആദ്യ സമയങ്ങളിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് എല്ലാവരോടും ഇടപെടും, ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും. ഞാൻ കുഞ്ഞുങ്ങളായാലും അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, എല്ലാവരോടും ഭയങ്കര ഫ്രീ മൈൻഡഡ് ആണ്. നമുക്ക് സുവിശേഷയിൽ ഒരിക്കലും അത് പറ്റത്തില്ല. നമുക്ക് ദൈവം ഒരു പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ തന്നെ ഇരിക്കണം. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോയാൽ നമുക്കുള്ള റെസ്പെക്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ നേരെ വരുന്ന പ്രോബ്ലംസ് നമ്മളെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കും. എന്നെ അതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്നത് പാസ്റ്ററാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു. എനിക്ക് സംസാരിക്കാൻ, ഞാൻ ടോക്കറ്റീവാണ്, ഞാൻ സംസാരിക്കും, പക്ഷേ അത് തന്നെ എനിക്കൊരു കെണിയായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ എങ്ങനെ വിവേകത്തോടെ പെരുമാറണം എന്നുള്ളത് പാസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ആ മാനസിക മുറിവ് അതൊരുപാട് എന്നെ എഫക്റ്റ് ചെയ്തിരുന്നു. ഞാൻ ചിന്തിച്ചിരുന്നു സുവിശേഷ വേല, അതായത് ഞാൻ ഇതുവരെ വിവാഹം വരെ ഞാൻ അനുഭവിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചു. അതാണ് എൻ്റെ ഒരു ബിഗ് ട്രെയിനിങ് എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ആക്ച്വലി അത് ഞാനും ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസസ് ആയിരുന്നു. ശരിക്കും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമാണ് റിയൽ ഫൈറ്റ്, അതായത് ആത്മമണ്ഡലം നമുക്കെതിരെ എങ്ങനെ പൊരുതും, ആരിലൂടെ വരും, എങ്ങനെ വരും എന്നുള്ളത്, അതായത് അവൻ്റെ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സുവിശേഷ വേലയിൽ ഇറങ്ങിയതിന് ശേഷമാണ്. അത് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന് ചിന്തിച്ചു പോയ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഡിഫറെൻ്റായ അനുഭവങ്ങളിലൂടെ നമ്മളവരെ ഹാൻഡിൽ ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഇപ്പോൾ ദൈവദാസിമാർ മുറിവേൽക്കുന്നവരോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി ഇൻറ്റിമസി എല്ലാവരോടും ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ സഭയുടെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ സഹോദരിമാരെ ദൈവം ഒരു സുവിശേഷ വേല ഏൽപ്പിച്ചാൽ നമ്മൾ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാസ്റ്റർ ഉയർന്നു വരണം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ അനേകർ വിടുവിക്കപ്പെടണം. കാരണം അദ്ദേഹം ഉയരുംതോറും എൻ്റെ തലയ്ക്ക് മാനമാണ്, എനിക്ക് അഭിമാനമാണത്. അതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയെ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് കർത്താവ് അവസരങ്ങൾ തരും. ഞാൻ അതിനെ ആഗ്രഹിച്ചില്ലെങ്കിൽ എൻ്റെ വേല, എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ നിന്നാൽ തീർച്ചയായിട്ടും അതിനകത്ത് ആ ഉയർച്ച ഒരിക്കലും ശാശ്വതമല്ല. അവിടെയും നമ്മൾ പിശാചിനിടം കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരു സഭയുടെ കവറിങ്ങിൽ എങ്ങനെ ഒരു വിശ്വാസി നിൽക്കുന്നോ അതുപോലെ ഭർത്താവിൻ്റെ കവറിങ്ങിൽ എപ്പോഴും ഒരു ഭാര്യയായിരുന്നാൽ മാത്രമേ ഒരു നല്ല സുവിശേഷ വേല ഫാമിലിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. പക്ഷേ പ്രേക്ഷകരോട് ഒരു ശുശ്രൂഷക എന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പാസ്റ്റർമാരെന്ന് പറയുമ്പോൾ വിവാഹത്തിന് പോലും സമ്മതിക്കാത്ത യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പം അവരോട് ആക്ച്വലി അവർക്ക് വിളിയുണ്ടായിരിക്കാം, പക്ഷേ ഇങ്ങനെയുള്ള തിട്ടാനുഭവങ്ങൾ നിമിത്തമായിട്ട് ഒത്തിരി പേര് ഈ ശുശ്രൂഷ അവരാഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ശുശ്രൂഷകൻ്റെ ഒരു ഭാര്യയായി തീരാൻ അവരാഗ്രഹിക്കുന്നില്ല. അവർ മറ്റ് വഴികളിലേക്ക് അവർ പോകുന്നു. അപ്പോൾ തന്നെ ഇതിൽ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരായിരിക്കുന്നവർക്ക് അവർ സിസ്റ്റർ ആദ്യം പറഞ്ഞതുപോലെ ജോലിയായിരുന്നു നല്ലത് എന്ന് തോന്നിയ സാഹചര്യങ്ങൾ അവർക്ക് കാണാം. പക്ഷെ അങ്ങനെയുള്ളവരോടുള്ള കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാട്ടെ. എനിക്ക് സഹോദരിമാരോട് പറയാനുള്ള, അടുത്തൊരു ജനറേഷനോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മളൊരിക്കലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു എന്താ പറയുക ചെറുപ്പത്തിൻ്റെ ഒരു ജീവിതമല്ല ശരിക്കും ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന പുറമേ കാണുന്ന ഒന്നുമല്ല. നമുക്ക് ദൈവമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു തുണ എന്തായാലും ഉണ്ടാവും. അത് ഒരു ദൈവവേലക്കാരൻ, ഒരു ദൈവദാസനാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്റ്റെപ്പ് വയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ, ഞാൻ
യങ്സ്റ്റേഴ്സിനോട്, അടുത്ത തലമുറയോട് പറയട്ടെ, നമ്മൾ പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മളോട് പറയും ഒരു കൈ അകലത്തിൽ എല്ലാവരെയും നിർത്താവുള്ളൂ എന്ന് പറയും. അത് എന്നെ ഒത്തിരി ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കൈ അകലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളാണ്. നമ്മുടെ കൈ നീട്ടി നമ്മളൊന്ന് കറങ്ങിയാൽ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിനകത്ത് നമ്മളും ദൈവവും മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. നമ്മുടെ ലൈഫിനകത്ത് ദൈവത്തെക്കാൾ മറ്റ് എന്തിനെ സ്നേഹിച്ചാൽ, ശുശ്രൂഷയെ സ്നേഹിച്ചാൽ അത് വിഗ്രഹമാണ്. നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ചാൽ അത് വിഗ്രഹമാണ്. നമ്മുടെ അംബീഷൻസിനെ സ്നേഹിച്ചാൽ അത് വിഗ്രഹമാണ്. നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കർത്താവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിനകത്താണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വേലയ്ക്കൊരു ദേവദാസൻ്റെ കൂടെ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് വേണ്ടുന്ന ആത്മീയ സപ്പോർട്ട്, മാനസികമായ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ദൈവം പറയുന്നത്, യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധമാണ്. കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവിക നിയോഗത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുവാൻ മടിക്കത്തില്ല. അതുകൊണ്ട് യങ് തലമുറയോട് ഞാൻ പറയട്ടെ, കർത്താവിലുള്ള ബന്ധത്തിൽ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. ദൈവം നമുക്ക് വേണ്ടി കൃത്യമായ വഴികൾ തുറന്നു തരും, കൃത്യമായ ആലോചന തരും. ദൈവിക ആലോചനകൾക്ക് മാത്രം സ്റ്റെപ്പ് വയ്ക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നതും ഏറ്റവും മാന്യതയുള്ള ജോലി എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഒരു ദൈവദാസൻ്റെ ഭാര്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്നത് പോലെ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ അല്ല യഥാർത്ഥത്തിലെ ശുശ്രൂഷ. ഒരു ദൈവദാസൻ സ്റ്റേജിൽ ഭയങ്കരമായി ശോഭിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുന്നത് ഭാര്യമാരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മനുഷ്യർ പ്രാർത്ഥിക്കുന്നവനെ കാണുന്നില്ല, പക്ഷേ ദൈവം പ്രാർത്ഥിക്കുന്നവനെ കാണുന്നു. നമുക്കുള്ള പ്രതിഫലം കർത്താവാണ് നമുക്ക് തരുന്നത്. അതാത് സമയത്ത് വേണ്ടുന്നതെല്ലാം നൽകി നമ്മളെ നടത്താൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് സ്റ്റെപ്പ് വയ്ക്കുക. ദൈവം അടുത്ത തലമുറയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്ററിനെ മാത്രമല്ല, ഒരു സ്പിരിച്വൽ ഫാദർ ആൻഡ് മദർ അവർ ആഗ്രഹിക്കുന്നു. കാരണം അടുത്ത തലമുറയ്ക്ക് സ്നേഹവും കെയറിങ്ങും അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അവർ സഭകളെ നോക്കുകയാണ്. നമ്മൾ വേണം അവരെ സ്നേഹിക്കാൻ. നമ്മൾ വേണം അടുത്ത ജനറേഷന് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ, അടുത്തൊരു ജനറേഷനെ ക്രിസ്തുവിൽ വളർത്താൻ. തീർച്ചയായിട്ടും ഒരു ദൈവദാസനോടൊപ്പം നിൽക്കുന്നത് പോലെ മാന്യതയുള്ള മറ്റൊന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തീർച്ചയായിട്ടും ഈ എല്ലാ കഷ്ടങ്ങളുടെ നടുവിൽ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും തുടർന്നും നിങ്ങളെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ശക്തമായി ഉപയോഗിക്കട്ടെ. എവിടെയൊക്കെ അയക്കുന്നോ, എവിടെയൊക്കെ കർത്താവ് നിർത്തുന്നോ, അവിടെയൊക്കെ കുടുംബമായി കർത്താവിൻ്റെ മാതൃകയായ ഒരു കുടുംബജീവിതവും, അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയിലും ശക്തമായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് എല്ലാ കൃപകളും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വന്ന് ഇത്രയും സമയം പ്രേക്ഷകരോടും അല്ലാതെ അനുഭവങ്ങളും ഇതൊക്കെ പങ്കുവെച്ച കർത്താവിൻ്റെ ദാസിയോട് ഉള്ള വന്ദനം അറിയിക്കുന്നു. തുടർന്ന് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത് ഒരു എപ്പിസോഡുമായി വരുന്നവരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെല്ലാവരും മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.